ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ കാണിക്കുന്നത് പീറ്റർ പാൻ കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നെക്കിൻ്റെ വീതിയാണ്, അത് ഞാൻ 2.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. നെക്കിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണ് ആ ഒരു ഫ്രോക്കിന് ഇറക്കം ഉദ്ദേശിക്കുന്നത് അത് അടയാളപ്പെടുത്താം. എനിക്കിവിടെ 2.25 ഇഞ്ച് മതിയാവും. ഇതുപോലൊരു ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് ഒരു യു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പീറ്റർ പാൻ കോളർ ചെയ്യുമ്പോൾ യു നെക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് ആ ഒരു കോളർ ഇടുമ്പോൾ ഭംഗി വരണത്. അപ്പോൾ ഇവിടുത്തെ കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യണത് കൊണ്ട് അവിടെ ഒരു 1/2 ഇഞ്ച് എടുക്കുക, പ്ലസ് ആ ഒരു കോളറിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനുണ്ട്. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് കൂട്ടി 1 ഇഞ്ചായി. അപ്പോൾ 1.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് 2.5 ഇഞ്ചിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫുൾ തയ്ത്തുമ്പ് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതുപോലൊരു ഷേപ്പിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ടേപ്പ് വെക്കുമ്പോൾ ഞാൻ നെക്കിന് ഇതുപോലെ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ച് ഫുള്ളും എല്ലായിടത്തും ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ഇതുപോലെ പേപ്പറിലൊന്ന് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ഷേപ്പ് കൊടുക്കണം, അപ്പം അതിന് വേണ്ടിയാണ്. അതിനെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊരു ഷേപ്പിൽ കൊണ്ടുവരാം. ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കോളറിൻ്റെ വീതി 3 ഇഞ്ചാണ് വേണ്ടെങ്കിൽ 3 ഇഞ്ചൊന്നും കൊടുക്കാറില്ല, 2.5 ഇഞ്ചോ അത് 2 ഇഞ്ചോ വരെയാണ് കൊടുക്കാറ്. ഇപ്പോൾ 2 ഇഞ്ചാണ് നിങ്ങൾക്ക് വീതി വേണമെങ്കിൽ 1 ഇഞ്ച് തയ്ത്തുമ്പ് കൂട്ടി 3 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. ഞാനിവിടെ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ളൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ വെക്കുമ്പോൾ ഇതുപോലത്തെ ആ ഷേപ്പ് മടങ്ങിയ ഭാഗത്ത് വേണം കേട്ടോ ഇതുപോലെ വെക്കേണ്ടത്, തിരിഞ്ഞു പോവരുത്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പീസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കോളറ്. അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണം മുന്നേ വേണം നമ്മൾ ഈ ഒരു കോളർ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്ത് വയ്ക്കുമല്ലോ, അതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇനി ഒന്നുകൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ലൈനിങ്ങിൻ്റെ പകരമായിട്ട് നമുക്ക് ഈ ഒരു സെയിം ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വശം ചേർത്ത് രണ്ടിൻ്റെയും നല്ല വശം ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരിക് ഭാഗം ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഒരു ഷേപ്പിൽ കൂടെ കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/2 ഇഞ്ചാണ് നമ്മൾ വിട്ടിരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടുകയാണ്. അപ്പം അതിൻ്റെ അരിക് ഭാഗം ഇതുപോലെ നല്ല ഷേപ്പിൽ വരുത്തുക അതുപോലെ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുണീൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് തെന്നിപ്പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ലൈനിങ് പീസാണ് വെക്കുന്നത്. അപ്പോൾ ആ ലൈനിങ് പീസിൻ്റെയും ഷോൾഡർ ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ആ ജോയിൻ ചെയ്ത ആ ഷോൾഡറിൻ്റെ ഭാഗവും താഴത്തെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ലൈനിങ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സാധാ നെക്കിൽ പൈപ്പിംഗ് കൊടുക്കുമല്ലോ, അതുപോലെ നമുക്ക് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ റോങ് സൈഡിലേക്ക് തിരിച്ചിടാം. ചുറ്റും നമുക്ക് നെക്കിൽ തന്നെ കൊടുക്കാം. അപ്പോൾ അത് പൈപ്പിംഗ് ചെയ്യേണ്ടത് നമ്മളിതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് കേട്ടോ.
ഇപ്പം ഞാനിവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇതുപോലെ തിരിച്ചിടുകയാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ നെക്കിന് ലൈനിങ് ഒന്നും കൊടുക്കണ്ട. ഒറ്റയടിക്ക് നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് പീറ്റർ പാൻ കോളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും സിമ്പിളാണ് കേട്ടോ ഈ ഒരു കോളർ തയ്ക്കാൻ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്